ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന റൂമിൽ എനിക്ക് നൽകിയ സന്ദേശത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിക്കാം 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-17 തിരുവചന വേദഭാഗങ്ങൾ. തിരുവെടുത്തിങ്ങനെ പറയുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ ദേശത്തോട് കൈമാറാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകിയ ആത്മീക സന്ദേശത്തിലേക്ക് ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ ഏത് സുവിശേഷ യോഗങ്ങളിലും ഒരൊറ്റ ദിവസത്തെ മീറ്റിങ്ങിനാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതെങ്കിൽ ശക്തമായും വ്യക്തമായും കൈമാറുന്നൊരു സന്ദേശമുണ്ട്. 2 ദിവസത്തെയോ 3 ദിവസത്തെയോ മീറ്റിങ്ങിന് പോകാറുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ലൂടെ ലഭ്യമായ മാനവകുലത്തിന് ലഭ്യമായ രക്ഷയെക്കുറിച്ച് പറഞ്ഞനന്തര യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന പ്രധാനപ്പെട്ട പ്രമേയ പറയാതെ മടങ്ങുന്നൊരു ഒരു പ്രസംഗവേദിയില്ല. ഇന്ന് രാത്രിയിലും ഈ ദേശത്ത് കൈമാറാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് അരിമനാഥനായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ലഭ്യമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ചില ചിന്തകൾ കൈമാറി വളരെ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിട പറയാൻ വേണ്ടിയാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് വരെ ഭൂമിയിൽ സംഭവിച്ചതില്, ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതില്, മേലാൾ സംഭവിക്കാൻ പോകുന്നതിലും വെച്ച് അതിപ്രധാനമായ ഒരു സംഭവ വികാസമാണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവെന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനുഗ്രഹീതനായ പ്രവാചകൻ യെശയ്യാവ് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൾ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുക, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. തീർന്നില്ല. ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ട് വരിക. തീർന്നില്ല. ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കേണ്ടവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന് പറഞ്ഞ പ്രവചനങ്ങളുടെ നിവർത്തി എന്ന വെള്ളം യഹൂദയുടെ ബെത്ലഹേമിൽ കഥനം മാറ്റി ഗാന്ധിയേകാമെന്നുള്ള വാക്കുമായി കാന്തനായ കർത്താവ് കന്യകയിൽ കാലഘട്ടത്തിന്റെ ഒരു പുരുഷനായി അവതാരമെടുത്തു. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലുള്ള ശുശ്രൂഷ അഥവാ ജീവിതം, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ, യേശുക്രിസ്തുവിന്റെ ഉൽപ്രമാണം അഥവാ മടങ്ങി വരവ്, അത്യാദി സംഭവങ്ങൾ വേദപുസ്തകത്തിനകത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെക്കുകയുണ്ടായി. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ ജീവിതവും യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അസന്നിഗ്ധമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെ നിറവേറിയെങ്കിൽ ഇനി നിറവേറുവാനുള്ള 2 വാഗ്ദത്തമാണുള്ളത്. ഒന്ന് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്, യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച അഥവാ 1000 ആണ്ട് വാഴ്ച. ഇന്ന് രാത്രിയില് വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വചനഭാഗങ്ങള് ഞങ്ങൾ ഇവിടെ ആവർത്തിച്ച് പറയുമ്പോൾ ഒരു കിഴവി കഥയല്ല പറയുന്നത്, അമ്മമ്മ കഥയല്ല പറയുന്നത്, ചിത്രരചനയല്ല പറയുന്നത്, ബാലരമയിലുള്ള കഥകളല്ല ഞങ്ങൾ ഇവിടെ പറയുന്നത്. പിന്നെയോ ചരിത്രം സത്യമെന്ന് പറയുന്നത്, ലോക സംഭവങ്ങൾ സത്യമെന്ന് സാക്ഷ്യപ്പെടുത്തിയത് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഓരോ ദിവസവും നമ്മുടെ കയ്യിലെത്തുമ്പോൾ വിശുദ്ധ വേദപുസ്തകം സത്യമെന്ന് ആവർത്തിച്ചടിവരയിടുന്ന അനുഗ്രഹീതമായ ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് രാത്രി കാലഘട്ടത്തിന്റെ കാതലായ സന്ദേശമായി കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ വായിച്ച തിരുവചന വേദഭാഗത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളം
കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യാം. നാം വായിച്ച തെസ്സലോനിക്ക ലേഖനത്തിന്റെ 2 വാക്യങ്ങളെ വിലയിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള കാതലായ പ്രമേയം എന്ന് പറയുന്നത് അരിമനാഥനായ യേശുക്രിസ്തുവിന്റെ 2ാം വരവ്. യേശുക്രിസ്തുവിന്റെ 2ാം വരവെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞും മറഞ്ഞും ഇരിക്കുന്ന മറ്റൊരു സുവിശേഷമുണ്ട്. അതിനെ നമ്മളൊന്ന് ഇന്ന് രാത്രി വിലയിരുത്തിയിട്ട് ഇന്ന് രാത്രി മടങ്ങി വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവ് ഒരിക്കലായി വന്നു എന്ന് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കുവാനായി കഴിയുന്നു. അങ്ങനെയെങ്കിൽ യേശു എന്തിനു വേണ്ടി ഒരിക്കലായി വന്നു? യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? യേശു കർത്താവ് എങ്ങനെയാണ് വരുന്നത്? യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ എടുക്കപ്പെടണമെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്താണ്? യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് തുടങ്ങി കാതലായ ഭാഗങ്ങൾ സവിസ്തര പ്രതിപാദിച്ചു നിന്നെങ്കിൽ ഇന്ന് രാത്രി ഈ പ്രസംഗം അതിന്റെ പൂർണ്ണതയിൽ വരത്തുള്ളൂ എന്ന് എനിക്കറിയാമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാന്യ ജോൺസൺ പാസ് എനിക്ക് നൽകിയ ഒരു സമയമുണ്ട്. ആ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ വാക്കുകളെ ഞാൻ പരിമിതപ്പെടുത്താം. അപ്പോൾ ഇന്ന് രാത്രി എന്നെ സഹോദരയെ ശ്രദ്ധിക്കണമേ. കർത്താവ് പറയുന്നു, വചനം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോട് അഥവാ യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിലൂടെ സവിസ്തരം വരച്ചു കാട്ടപ്പെടുമ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുന്നൊരു സത്യമുണ്ട്. യേശു ഒരിക്കലായി വന്നു. ഇന്ന് രാത്രിയിൽ യേശു ഒരിക്കലായി വന്നത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ആരംഭങ്ങളുടെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചനന്തരം അവന്റെ മുക്കിൽ ജീവശ്വാസം ഊതിയിട്ട് മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ആദാമിനെ സൃഷ്ടിക്കുന്നു. ഞാൻ എൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട്, മയക്കുമരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തില് ആദാമിനെ മയക്കി കിടത്തിയിട്ട് വിജയകരമായൊരു ശസ്ത്രക്രിയയിലൂടെ ഒരു തുള്ളി രക്തം പോലും പുറത്തു പോകാതെ അവന്റെ ഭാര്യയിൽ നിന്ന് ഒന്നെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യത്തിന് ആരംഭം കുറിച്ച് ഏതേൻ പൂങ്കാവനത്തിനകത്താക്കുകയാ. ഏതേൻ പൂങ്കാവനത്തില് ആദ്യ മനുഷ്യനെ കൊണ്ടാക്കിയിട്ട് സ്വർഗം ഇങ്ങനെ പറഞ്ഞു, ഈ തോട്ടത്തിനകത്ത് നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, പക്ഷേ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്. അന്ന് തുടങ്ങി ഇന്ന് വരെ അരുത് എന്ന് പറയുന്നത് ചെയ്യാനാ മനുഷ്യകുലത്തിന് താല്പര്യം. ഇന്നത്തെ സമൂഹത്തെ കുറിച്ചൊന്ന് നോക്കിയാൽ, ഇന്നത്തെ യൗവന തലമുറയെ കുറിച്ച് നമ്മളത് വിചിന്തനം ചെയ്ത് പഠിച്ചാൽ എന്ത് അരുതെന്ന് പറഞ്ഞോ അത് ചെയ്യാനാ ഇന്നത്തെ തലമുറ വെമ്പൽ കൊള്ളുന്നത്. എന്നാ സംഭവിച്ചത്? അരുതെന്ന് പറഞ്ഞ് തോട്ടത്തിനകത്താക്കി വെച്ച ആദാമും ഹവ്വയും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. പുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ദൈവം മനുഷ്യനെ അണിയിച്ചൊരു തേജസ്സിന്റെ വസ്ത്രമുണ്ടായിരുന്നു. പാപം ചെയ്തത് നിമിത്ത മനുഷ്യന്റെ തേജസ് എന്ന വസ്ത്രം നഷ്ടപ്പെട്ടു. അവിടെ മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ജോസഫിനെ തന്റെ പിതാവ് ഏറെ സ്നേഹിച്ചത് കൊണ്ട് ഒരു നിലയങ്കി തച്ചിട്ട് കൊടുത്തെന്ന് കാണാൻ കഴിയുന്നു. ഇന്ന് രാത്രി സദയർ ദൈവജനം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പന്റെ സ്നേഹ നിമിത്ത അപ്പന്റെ സ്നേഹത്തിന്റെ വലിപ്പം നിമിത്ത, അപ്പന്റെ സ്നേഹത്തിന്റെ ആർദ്രത നിമിത്ത, യോസേപ്പിനോടുള്ള സ്നേഹത്തിന്റെ വലിപ്പം നിമിത്ത ഒരു നിലയങ്കി തച്ചിട്ട് കൊടുത്തു. പക്ഷെ എന്നാ സംഭവിച്ചത്? കാബാലികന്മാരായ സഹോദരന്മാർ ആദ്യം യോസേപ്പിനെ ചെയ്തത് അപ്പൻ സ്നേഹത്തുകൊണ്ട് തച്ചിട്ട് കൊടുത്ത ആ നിലയങ്കി വലിച്ചു കയറി. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാ, ഒരു ദൈവ പൈതനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിന്റെ സ്വർഗത്തിലെ അപ്പൻ സ്നേഹത്താൽ തച്ചിട്ട സ്വർഗത്തിലെ അപ്പൻ സ്നേഹത്താൽ നൽകിയ നിലയങ്കിയെ വലിച്ചു കയറാൻ ഇന്ന് രാത്രി ഞാൻ പറയാ, ഇന്ന് രാത്രി ആവർത്തിച്ച് പറയണ, എന്റെ അപ്പൻ എന്റെ സ്നേഹത്തോടെ തച്ചിട്ട കൃപയുടെ നിലയങ്കിയെ, അഭിഷേകത്തിന്റെ നിലയങ്കിയെ തകർക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി തേജസ്സിന്റെ നിലയങ്കി തകരപ്പെട്ടു. മനുഷ്യൻ നഗ്നതനെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഞാൻ അവിടേക്ക് ഇന്ന് രാത്രിയിൽ അധികം വിശദീകരിച്ച് നിൽക്കാൻ ആ മോചനം ലഭിക്കുന്നത് വാസ്തവത്തിൽ ഇന്ന് രാത്രി ഈ ഭാഗം മാത്രം വിശദീകരിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ലഭ്യമായ സമയം ഏറെക്കുറെ തീരുമെന്ന് എനിക്കറിയാമെങ്കിലും സ്വീകരിക്കുവാൻ കഴിയത്തില്ല. മനുഷ്യൻ പാപിയ.
കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 9 മാസവും 9 ദിവസവും അമ്മയെ നൊന്ത് പ്രസവിച്ച അമ്മയുടെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് ലഹരി പദാർത്ഥങ്ങൾ മേടിക്കേണ്ടതിന് കാശ് തികയുന്നില്ല, കാശ് എടുക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, മക്കളെ, എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവനും നിനക്ക് തന്നു, ഇനി എന്റെ മക്കൾ കാശില്ല. അമ്മയുടെ കഴുത്തിൽ കിടന്ന താലിയെ വലിച്ചു പൊട്ടിക്കുവാൻ വേണ്ടി ശ്രമിച്ച മകനെ അമ്മ ഒന്ന് പിടിച്ചു. അത്രമാത്രമേ അമ്മ ചെയ്തുള്ളൂ. മോൻ എന്നാ ചെയ്തെന്നറിയാമോ? അമ്മയിൽ മൂർച്ചയുള്ള കപ്പിയെടുത്ത് അമ്മയുടെ കഴുത്തിനെ 2ആയി മുറിച്ച് മാറ്റി വെച്ചിട്ട് അമ്മയുടെ കഴുത്തിൽ കിടന്ന താലിയും എടുത്തുകൊണ്ട് അവൻ പോയി. എവിടേക്ക്? ലഹരി വിൽക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി. ഇന്ന് രാത്രിയില് മനുഷ്യൻ പാപിയല്ലേ, സ്നേഹത്തോടെ അമ്മയെ കെട്ടി വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യയെ അമ്മയിലും അടിച്ചു കൊന്നെടുത്ത് സെപ്റ്റി ടാങ്കിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യനിതാ ആത്മഹത്യ ചെയ്യുന്നു. മനുഷ്യൻ പാപിയല്ലേ? ഇന്ന് രാത്രിയില് ഒരുപക്ഷെ എന്റെ ശ്രോതാക്കൾക്ക് തോന്നും, ഒരുപക്ഷെ ഈ ശബ്ദസീമയുടെ ശ്രവണപരിധിക്കുള്ളില് കടവരാന്തകളിലോ വീടുകളിലോ വീട്ടിന്റെ ഉമ്മറങ്ങളിലൊക്കെ ഇരുന്ന ഈ സന്ദേശത്തിന് ചെവി കൊടുക്കുന്നവർക്ക് ഒരുപക്ഷെ തോന്നിയെന്ന് വന്നേക്കാം, ഇത് ബെന്തിക്കോസുകാരുടെ പരിപാടിയാ, മനുഷ്യൻ പാപി എന്ന് മുദ്രകുത്തുന്ന പരിപാടി. വിശുദ്ധ ബൈബിള് മാത്രമല്ല, പുരാണങ്ങളും ഇതിഹാസങ്ങളും തത്വശാസ്ത്രങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപിയാ. കഴിഞ്ഞ ചില ആണ്ടുകൾക്ക് മുമ്പ് എന്റെ പഠന റൂമിനകത്തിരുന്നു കൊണ്ട് പുരാണം പഠിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി, പാപോക പാപകർമ്മോക പാപാത്മാ പാപസംഭവ പ്രാഹിമ പുണ്ടരി കക്ഷ യജ്ഞേശ മഹേശ്വരാഹരേ. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ പാപത്തിൽ ജനിച്ചു, ഞാൻ പാപത്തിൽ ജീവിക്കുന്നു, എന്റെ ജന്മം പാപം, എന്റെ കർമ്മം പാപം, എന്നെ ഈ പാപത്തിൽ നിന്ന് ആർ മോചിപ്പിക്കുക? ഹമീസങ്ങളും തത്വശാസ്ത്രങ്ങളും സംഹിതകളും മനുഷ്യൻ പാപി എന്ന് മുദ്രകുത്തി അവിടെ വെച്ച് അവസാനിപ്പിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളയും ഇട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ കവലപ്രസംഗം നടത്തുന്ന ആൾക്കാരല്ല. ചിലർക്കൊക്കെ ഒരു ചിന്ത കാണും, വിദ്യാഭ്യാസവും ഇല്ല വിവരവും ഇല്ലാത്ത കുറെ പാസ്റ്റർമാർ ഇറങ്ങിപ്പെട്ട് പുറപ്പെട്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. കർത്താവിന്റെ കൃപയാല് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് അമീലിയ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവിന്റെ കൃപയാൽ ഡിഗ്രി വരെ പഠിക്കാൻ കർത്താവും എനിക്ക് അവസരം നൽകി. അരച്ചാൻ വയറിന് ഒരു നേരം ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ 3 വയസ്സുള്ള എന്റെ മൂത്ത പെങ്ങൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക് കഴിയാത്ത ദയനീയമായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിക്കണമേ, 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് അരച്ചാൻ വയറിന് എത്ര ആഹാരം വേണം? അരച്ചാൻ വയറിന് ആഹാരം കൊടുക്കാൻ കഴിയാതെ 3 വയസ്സുള്ള എന്റെ പൊന്നോമനയായ എന്റെ മൂത്ത പെങ്ങള് അപ്പന്റെയും അമ്മയുടെയും കരത്തിലിരുന്ന് മാറി മാറി കരഞ്ഞു വിളിച്ചു പറഞ്ഞു, ദിവസങ്ങൾ കൊണ്ട് വിശപ്പായി, ഇനി വിശപ്പടക്കാൻ കഴിയത്തില്ല, എന്തെങ്കിലും തന്നേ പറ്റത്തുള്ളൂ. കൂലിപ്പണിക്കാരായ എന്റെ മാതാപിതാക്കൾ പറഞ്ഞു, മക്കളെ ഉള്ളതെല്ലാം തന്നു, ഇനി കഴിക്കാൻ ഒന്നുമില്ല, കയറിക്കിടക്കാൻ ഒരു വീടില്ല, കഴിക്കാൻ ആഹാരമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല. ദയനീയമായ ജീവിത ചുറ്റുപാടുകൾ കണ്ണുനീരോടെ കഴിയുമ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ണുനീരോടെ കരഞ്ഞ് വൈകുന്നേരമായപ്പോൾ എന്റെ മൂത്തപ്പങ്ങൾ പുഷ്പം എന്ന പേരിൽ ഈ ഭൂമിയിൽ അറിയപ്പെട്ട എന്റെ മൂത്തപ്പങ്ങൾ പപ്പയുടെ കയ്യിലിരുന്ന് പിടഞ്ഞു മരിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ പിടഞ്ഞ് അവൾ കർത്താവിന്റെ രാജ്യത്തിലേക്ക് കരകയറിപ്പോയി. അമ്മ എണ്ണിക്കൊണ്ട് 7ാമത്തെ ദിവസം എന്റെ അമ്മ എന്നെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു. കഷ്ടത എന്തെന്ന് നന്നായി മനസ്സിലാക്കിയവനാ പക്ഷേ കറുത്ത വയണ്ടിട്ട വിശുദ്ധ വേദപുസ്തകം ഇന്നും എന്റെ മാതാപിതാക്കള് താഴെ വെക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അക്ഷരം വിലക്കപ്പെട്ട കാലഘട്ടത്തെ ചരിത്രത്തിന്റെ ചക്കിരിട്ട് ചതച്ചരച്ച് ഷാറില്ല ചണ്ടി ചരിത്രത്തിന്റെ ചവിറ്റുകുട്ടയിൽ വലിച്ചെറിയപ്പെടുമ്പോൾ സന്മുഖ പ്രവചാർത്തി സൂര്യപ്രവചാർത്തി നിൽക്കുന്ന ഒന്നേയുള്ളൂ. ജനഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്താൻ, ജനഹൃദയങ്ങളുടെ സ്ഥിതിഗതികൾക്ക് വ്യത്യാസം വരുത്താൻ, നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റാൻ, വീട്ടിനും വീട്ടുകാർക്കും നാട്ടിനും നാട്ടുകാർക്കും വേണ്ടാത്തവരെ നരാധവന്മാരെ സ്നേഹനിധികളാക്കി മാറ്റാൻ ഉലകത്തിൽ ഉടലെടുത്ത ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതിന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന ആശ്രയനായ യേശുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലജ്ജയില്ലാതെ സ്വപ്നം പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? നിങ്ങളെ വാർത്ത ഞാൻ എന്റെ ദൈവത്തിന് സ്വപ്നം ചെയ്യുകയാ. മനുഷ്യൻ പാപിയാ.
മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും മാത്രമല്ല പറയുന്നത്. ചരിത്രത്തിലേക്കൊന്ന് ഇറങ്ങിത്തിരിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലോകചരിത്രം പഠിച്ചിട്ടുണ്ട്, ഇന്ത്യ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് ഹിസ്റ്ററി എടുത്ത് പഠിച്ച് മുന്നോട്ട് വരുമ്പോ എന്റെ മനസ്സിലെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചയാളാ. കർത്താവിന്റെ മുഖത്ത് പെന്തിക്കോസ് കുടുംബത്തിനകത്ത് ജനിച്ചു വളർന്നയാളാണെങ്കിൽ എന്റെ മാതാപിതാക്കൾ എന്റെ അറിവാ സമയത്ത് മോനെ നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവനാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയെങ്കിൽ ഈ സുവിശേഷത്തോട് എനിക്ക് അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറേണ്ടതിന്, കുടുംബത്തിന്റെ കഷ്ടത മാറേണ്ടതിന് ഒരു ജോലി സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഓടാനും ചാടാനും ഒക്കെ ഞാൻ വളരെ താല്പര്യമായിരുന്നു, കഴിവുണ്ടായിരുന്നു. NSSന്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ചങ്ങനാശ്ശേരി ഗ്രൗണ്ടിൽ വന്ന് ഞാൻ ഓടി ഫസ്റ്റ് വാങ്ങിച്ചയാളാ. ഒരു കെട്ടിന് ലോങ് ജമ്പിന്റെ, ഹൈ ജമ്പിന്റെ, ഓട്ടത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ കൂട്ടുകാരുടെ പ്രമോഷൻ ഉത്സാഹം നിമിത്ത പോലീസിന് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചയാളാ. പള്ളിപ്പുറം CRPF ക്യാമ്പിൽ ഓടി ഫിസിക്കലി ജയിച്ചയാളാ. സന്തോഷത്തോടെ വീട്ടിൽ വന്നിട്ട് പപ്പയോട് പറഞ്ഞു നമ്മുടെ കുടുംബത്തിന്റെ കഷ്ടത മാറാൻ പോകുക. എന്നോട് ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു പോലീസിൽ CRPF സെലക്ഷൻ ആയിരിക്കുകയാ. എന്റെ പപ്പ പറഞ്ഞു 3-ാമത്തെ വയസ്സിൽ മൂത്ത മോള് മരിച്ചോ, ഈ പ്രായത്തിൽ നീയും നഷ്ടപ്പെടുകയാ. വേദനയോടെ കണ്ണുനീര് വലിച്ചെറിഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന എന്റെ പിതാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് അവിടെ വെച്ച് പറഞ്ഞു വേണ്ട, എന്റെ ജീവിതത്തിൽ ഒരു ദൗത്യമുണ്ടെങ്കിൽ അത് സുവിശേഷ വേല എന്ന ദൗത്യം മാത്രം. അങ്ങനെ ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ കേട്ടോ. ചരിത്രം അനുഭവം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് രാത്രി സമയം പോരാ. എന്റെ കഴുത്തിന്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു 10-38 കുത്തിക്കെട്ടുണ്ട്. വെട്ടാനും പിടിക്കാനും കേസ് പറയാനൊക്കെ ഒരു കാലത്ത് ഭയങ്കര ഉത്സാഹിയായിരുന്നു. എന്റെ തല 2ആയി വെട്ടിപ്പളന്ന ഒരു കാലം സമയമുണ്ടായിരുന്നു. 12 കുത്തിക്കെട്ടുണ്ട്. എന്റെ മുഖത്ത് ധാരാളം തയ്യലുകളുണ്ട്. ഒരു കാലത്ത് അടിയും പിടിയും പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയ കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ അങ്ങ് കഴിഞ്ഞ് ഇന്ന് കർത്താവിന്റെ നാമത്തെ ഏത് കവലകളില് വൃത്തിയായ ശാസ്ത്രങ്ങള് പരാജയപ്പെട്ട ഇടത്ത് ശക്തിയുപ്പ് വിളിച്ചു പറയുന്നതില് ഒരു ലജ്ജയുമില്ല. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ മനുഷ്യൻ ഭാവിയാ. പുരാണങ്ങൾ മാത്രമല്ല പറയുന്നത്. സഭാചരിത്രത്തിലേക്കൊന്ന് ഓടി സഞ്ചരിച്ച് മടങ്ങി വന്നാൽ ഒരു കാലഘട്ടത്തിലെ സമാഗമന കൂടാര പണി സമയത്ത് അരശേക്കൽ വെള്ളി വീത് മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയായി കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യന് പാപമോചനം ലഭിക്കുമെന്ന് പഠിപ്പിച്ചിരുന്ന ഒരു വല്ലാത്ത കാലഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യവർഗം മുഴുവന് അരശേക്കൽ വെള്ളി വീത വീണ്ടെടുപ്പ് വിലയായി കൊടുത്ത് അവരവരുടെ വീണ്ടെടുപ്പ് ഉറപ്പാക്കിയിരുന്നു. പക്ഷേ അതുകൊണ്ട് അവരുടെ വീണ്ടെടുപ്പ് വില ഉറപ്പാക്കാൻ കഴിയാതെ വന്നപ്പോ അടുത്ത പട്ടക്കാര് സാമുദായിക സഭകള് പഠിപ്പിക്കാൻ തുടങ്ങി. സഭാചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ പാപത്തിന്റെ ഭയങ്കരതയനുസരിച്ച് വർഷത്തിലൊരിക്കലായി പാപമോചന ചീട്ട് വാങ്ങണമായിരുന്നു. ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ വലിപ്പം അനുസരിച്ച് വിലപിടിപ്പുള്ള പാപമോചന ചീട്ടുകൾ മേടിക്കുമായിരുന്നു. മനുഷ്യൻ പാപമോചന ചീട്ടുകൾ മേടിക്കുന്നു. പിന്നെ ഈ മനുഷ്യൻ പാപത്തിലേക്ക് ആഴ്ന്ന് വീഴ്ന്നിറങ്ങുന്നു. അവിടെ ഈ മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില അസാധ്യമായി മാറി. അവിടെ അവസാനിച്ചോ? ഇല്ല. ആണ്ടിലൊരിക്കൽ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്ത, കുറവില്ലാത്ത, ന്യൂനതയില്ലാത്ത, വൈകല്യമില്ലാത്ത ഒരാട്ടിൻകുട്ടിയുമായി പുരോഹിതന്റെ അടുക്കൽ വരണമായിരുന്നു. പുരോഹിതന്റെ അടുക്കൽ ഊനമില്ലാത്ത ആട്ടുകുറ്റനുമായി കയറി വരുന്ന മനുഷ്യൻ ആട്ടിൻകുട്ടന്റെ തലമേൽ കൈവച്ചിട്ട് അവൻ ഒരാണ്ട് ചെയ്തു തീർത്ത പാപം മുഴുവന് ആട്ടിൻകുട്ടന്റെ മേൽ വെക്കുക. പുരോഹിതൻ ആട്ടിൻകുട്ടിയുമായി യാഗപീഠത്തിലേക്ക് കയറി ചെന്ന് യാഗം കഴിക്കുക. യാഗം കഴിച്ച് ലഭിക്കുന്ന രക്തമുണ്ടല്ലോ, പാപം ചെയ്ത മനുഷ്യന്റെ കരത്തിലേക്ക് കൊണ്ടുവരുമ്പോ മനുഷ്യന്റെ പാപത്തിന് മോചനത്തെയായി എന്ന് പഠിപ്പിച്ചിരുന്ന വല്ലാത്തൊരു കാലഘട്ടം. മനുഷ്യൻ പാപം ചെയ്യുന്നു, പിറ്റേയാണ്ട് പിന്നെ ആട്ടിൻകുട്ടനെ യാഗം കഴിക്കുന്നു. മനുഷ്യൻ പിന്നെയും പാപത്തിലേക്ക് പോകുന്നു,
പിന്നെയും ആട്ടിൻകുട്ടനെ ഞാൻ കഴിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന സ്വർഗസ്ഥനായ ദൈവ അവയിൽ തന്റെ സ്വന്തം അവയിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ തകർന്നു പോകുമെന്ന് മനസ്സിലാക്കി തന്റെ അവ കൂടെയുള്ള സമത്വത്തെ മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് അമ ഈ ഭൂമിയിലേക്ക് അവതരിച്ച് അമേലിയ മാനവകുലത്തിന്റെ സകല പാപങ്ങൾ തന്റെ സ്വന്തം ശിരസിന്മേൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കുഞ്ഞാടായ ക്രിസ്തു ഒരിക്കലായി അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിന്റെ പരമയാഗ നിമിത്ത സകല ഗോത്രങ്ങളില് സകല വംശങ്ങളില് സകല ജാതിയിലുമുള്ള സകല മനുഷ്യർക്ക് പാപമോചനമുണ്ടായി, അഥവാ നിത്യരക്ഷയുണ്ടായി. ഒരിക്കലായി അറുക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ പരമയാഗത്താൽ പാപമോചനം പ്രാപിച്ച ദൈവജനത്തിനായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പാപമോചനം പ്രാപിച്ച ദൈവജന സന്തോഷത്തോടെ ആ കർത്താവിനെ സ്തുതിച്ചെന്ന് ആരാധിക്കുക. അപ്പോ ഭാവിയായ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗങ്ങളും കർമ്മങ്ങളും തീർത്ഥയാത്രകളും ഇതരമായ പരിപാടികളും ചെയ്ത് പരാജയപ്പെട്ട മനുഷ്യൻ പാപിയായി മാറി. അങ്ങനെയെങ്കിൽ ഒരിക്കലായി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടി? പാപിയായ മനുഷ്യന് പാപ പരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്ത മരണമായി മാറാൻ. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു ആ കർത്താവ് വീണ്ടും വരും. ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ആ കരങ്ങൾ ഉയർത്തിയൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ചിലരുടെയൊക്കെ കരങ്ങൾ ഇന്ന് രാത്രി ഉയർന്നു കാണും. ഞാൻ ഇന്ന് രാത്രി രണ്ട് കാര്യം ചിന്തിക്കുക, സമയം പോരാ. എനിക്കറിയാം ഇന്ന് രാത്രി ഇതിന്റെ സംഘാടകരായ ദൈവത്തിന്റെ ദാസന്മാർ എന്നോട് പറഞ്ഞു, ഈ വിരിച്ചൊരുക്കിയ ഈ പന്തലിന്റെ കീഴില് ഈ ഗ്രൗണ്ടില് അധികമൊന്നും ജനം തടിച്ചു കൂടിയില്ലെങ്കിൽ ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവവചനത്തിന് കാതുകളെ കുറിപ്പിക്കാൻ അനവധി പേര് അവിടവിടങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇതൊരു സുവിശേഷവും കൂടെയാണ്, ഇതൊരു ഉപവാസ പ്രാർത്ഥനയൊന്നുമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദേശത്തോടൊരു മാനസാന്തര സുവിശേഷം പറയണമെന്നില്ല എങ്കിൽ ഈ സുവിശേഷവും കൊണ്ട് ഒരു ഉപയോഗവുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പാപിയായ മനുഷ്യ യാഗങ്ങളും കർമ്മങ്ങളും തീർത്ഥങ്ങളും തീർത്ഥയാത്രകളും നിന്റെ പാപത്തിന് പരിഹാരമായി ഉതകത്തില്ല. ഇന്ന് രാത്രിയിൽ വില കൊടുക്കാതെ യാഗം നടത്താതെ മറ്റ് പുണ്യപ്രവർത്തികളൊന്നും തന്നെ ചെയ്യാതെ സൗജന്യമായി കൊടുക്കുന്ന നിത്യരക്ഷയിലേക്ക് ഇന്ന് രാത്രിയിൽ സ്നേഹത്തോടെ നിന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തോട്ട് ഞാൻ പ്രവേശിക്കുകയാ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു കർത്താവ് വേഗം വരും, അല്ലെങ്കിൽ യേശു കർത്താവ് വീണ്ടും വരും. ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് വീണ്ടും വരുമെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ദൈവജനത്തിന്റെ അകത്തളത്തില് ആത്മാവിന്റെ അലതല്ലുകയാണ് അല്ലേ. ദൈവജനത്തിന്റെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വീണ്ടും വരും. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ കഷ്ടതകൾ മാറാൻ നമ്മുടെ കർത്താവ് വരാൻ സമയമായി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. ഇന്നലത്തെ ദിവസം ഞങ്ങളുടെ ചർച്ചിലെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് തിരശീല വീണതേയുള്ളൂ. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം പകൽ സെക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിശ്വാസികൾ സഹോദരങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് സഹോദരന്മാർ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിന്നൊരു സഹോദരൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററേ, ദൈവത്തെ ആരാധിക്കുന്നതിലൊരു കുറവുമില്ല, കർത്താവിന് വേണ്ടി നിൽക്കുന്നതിലൊന്നും ഒരു കുറവുമില്ലല്ലോ പാസ്റ്ററേ. പക്ഷെ ജീവിതത്തിന് കഷ്ടത മാറുന്നില്ലല്ലോ, ജീവിതത്തിന് കണ്ണുനീര് മാറുന്നില്ലല്ലോ. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരുന്ന ഈ സന്ദേശം കേൾക്കുമ്പോൾ പലരുടെ ജീവിതത്തിന്റെ അവസ്ഥ ഇതായിരിക്കും. എൻ്റെ ജീവിതത്തിലെ കഷ്ടത മാറുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിലെ കണ്ണുനീര് മാറുന്നില്ലല്ലോ, രോഗം മാറുന്നില്ലല്ലോ, ദുരിതം മാറുന്നില്ലല്ലോ, പ്രശ്നത്തിനൊരു പരിഹാരം വരുന്നില്ലല്ലോ. ഈ ബ്രദറും അങ്ങനെ പറയുക, കർത്താവിന്റെ ദാസനെ ഇങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ. ഇത് കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു സഹോദരൻ അടുത്തിരുന്നിട്ട് പറയാ, ഒരു സഹോദരൻ നീ ഭാരപ്പെടണ്ട, ഇത് ഇവിടെ വെച്ച് അവസാനിച്ചോ, നിത്യതയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിനക്ക് സ്വസ്ഥമാ. നിത്യതയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സ്വസ്ഥമാണ്. പക്ഷെ ഇവിടെ സ്വസ്ഥത അനുഭവിക്കുന്നവർ നിത്യതയിൽ പോയി കഴിഞ്ഞാൽ
നിത്യതയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല. എനിക്കറിയാം നിങ്ങളുടെ ഇടയിൽ ഒരു മൗനത സംജാതമായെന്നറിയാം. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാ സംഭവിച്ചതെന്ന്. ഇവിടെ സ്വസ്ഥത അനുഭവിക്കുന്നവർ നിത്യതയിൽ പോകുമോ എന്നാണ് നിങ്ങൾക്കൊരു സംശയം. എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയാം, സകല മനുഷ്യനും നിത്യതയുണ്ട്. സകല മനുഷ്യന് നിത്യതയുണ്ട്. ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ജൈനെന്നോ പാഴ്സിയെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കും നിത്യതയുണ്ട്. പക്ഷേ അത് നിത്യത എവിടെയായിരിക്കും എന്നുള്ളതാണ് വിഷയം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം ഏറ്റെടുത്ത് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കൂട്ടായ്മ ആചരിച്ച് ആരാധനയിൽ ദൈവ സന്നിധാനത്തിൽ നിന്ന് വേർപെട്ട കൂട്ടത്തോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ നിന്നാൽ നമ്മുടെ അരിമനാഥനായ കർത്താവ് നമ്മെ ചേർത്ത് കൊണ്ടുപോകുക. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യത എന്ന് പറയുന്നത് അബ്രഹാം പിതാവിന്റെ മടിയെന്നറിയപ്പെടുന്ന പ്രതീക്ഷയില്ല. ആമേലിൽ ദൈവമില്ലാതെ മരിക്കുന്ന മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യത എന്ന് പറയുന്നത് ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നിത്യ നരകമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്റെ പ്രമേയത്തിന്റെ പ്രധാന ഭാഗത്തിലൂടെ ഞാൻ പ്രവേശിക്കുമ്പോ ഇന്ന് രാത്രി സഹൃദരെ, ഇന്ന് രാത്രി സുവിശേഷ സന്ദേശം കേൾക്കുന്ന പ്രിയരെ, ഈ ഭൂമിയിൽ ധനാട്യനായി മരിച്ചടക്കപ്പെട്ട് നിന്റെ ആത്മാവ് നിത്യ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഈ ഭൂമിയിൽ അല്പം കഷ്ടതയാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിന്ന് കളയും വാട്ടവും മാലിന്യമില്ലാത്ത തന്റെ സഭയെ ചേർക്കാൻ കർത്താവ് വരുമ്പോ അവനോട് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യാശ. ആ പ്രത്യാശയുള്ള ദൈവജന ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് വീണ്ടും വരും. എന്റെ ചോദ്യം ഇതാ, എന്തിനു വേണ്ടിയാ യേശു വരുന്നത്? എന്തിനു വേണ്ടിയാ യേശു വരുന്നത്? രണ്ട് ചിന്തയുണ്ട്. ഒന്ന്, രക്ഷിത ഗണത്തെ ചേർക്കാനായി വരുന്നു. രണ്ട്, ഭൂമിയെ നീതിയോടെ ഭരിപ്പാനായി വരുന്നു. കരമുയർത്തി നല്ലവര് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്കറിയാം ഇന്ന് രാത്രിയിൽ എൻ്റെ വാത്സല്യ സഹോദരന്മാർ, കൂടപ്പിറപ്പുകൾ, അഭിഷിക്തദാസന്മാർ ഈ സന്ദേശത്തെ ലോകവ്യാപകമായി അയക്കുവാൻ വേണ്ടി ലൈവ് വിടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഇന്ന് രാത്രി എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ഈ ലോകം നശ്വരമാണ്. സംഭവങ്ങളെല്ലാം അത് തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഈ ലോകം നശ്വരമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സദയം ശ്രദ്ധിച്ചോ, യേശു എന്തിനു വേണ്ടിയാണ് വരുന്നത്? ഒന്ന്, രക്ഷിത ഗണത്തെ ചേർക്കാൻ. രണ്ട്, ഈ ഭൂമിയെ നീതിയോടെ ഭരിക്കാൻ. നമ്മുടെ ഈ കൊച്ചു കേരളത്തെ എ എന്നും ബി എന്നും പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്രത്തെ സി എന്ന് ഞാൻ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ഭരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ആർക്കെങ്കിലും നീതി നടപ്പിലാകുന്നുണ്ടോ? നടപ്പിലാകില്ല, നടപ്പിലാകുന്നില്ല. അതല്ലേ സംഭവങ്ങൾ വിളിച്ചു പറയുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് നീതി നടപ്പിലാകാതെ ആകുമ്പോൾ സുപ്രീം കോടതിയിലോട്ട് പോകുന്നു. മനുഷ്യനിങ്ങനെ പുറകെ വെമ്പൽ കൊണ്ട് ഓടുകയാ. നിയമം നടപ്പിലാക്കേണ്ടവർ നിയമം നടപ്പിലാക്കുന്നില്ല. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് ശക്തിയുക്തം പറയാ, ഈ ഭൂമിയിൽ ആര് ഭരിച്ചാല് നീതിയുള്ള ഒരു ഭരണം നടക്കത്തില്ല. നീതിയുള്ള ഒരു ഭരണം നിർവഹണത്തിന് വേണ്ടി കാന്തനായ കർത്താവ് വരാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാൽ സന്തോഷമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. നിങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. എന്തിനു വേണ്ടിയാ വരുന്നത്? ഒന്ന്, രക്ഷിത ഗണത്തെ ചേർക്കാൻ. രണ്ട്, നീതിയോടെ ഈ ഭൂമിയെ ഭരിക്കാൻ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. സമയം വളരെ വേഗത്തില് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാനും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുക. യേശുക്രിസ്തുവിന്റെ വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, രഹസ്യവരവ്. രണ്ട്, പരസ്യവരവ്. ഞാനിതൊക്കെ പറയുമ്പോഴേ സുവിശേഷ മാനവകുലത്തിന് വരുത്തിയതായ സമൂലമായ മാറ്റങ്ങൾ ആവർത്തിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ഇന്ന് രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ എത്തണമെന്ന് അറിയത്തില്ല. ഇനി എണ്ണിക്കൊണ്ട്
ഒരു 15 മിനിറ്റ് മാത്രമേ ഈ സന്ദേശം കൈമാറാൻ എനിക്കുള്ളൂ. ഒരിക്കലും സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെടുന്ന രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വിശുദ്ധ ബൈബിളുകള് സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം. അങ്ങനെ ഏറ്റവും അധികം ബൈബിളുകൾ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിനകത്ത് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നവർക്ക് വിലപിടിപ്പുള്ള പാരിതോഷികം കൊടുക്കുക. സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരികൾ ആർജവത്തോടെ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടിട്ട് പണ്ടക്കൊതിയന്മാരായ പണക്കൊതിയന്മാരായ മനുഷ്യർ വിരാജവീതികൾ വിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങി, വീടുകളിൽ കയറിയിറങ്ങി എന്തുമാത്രം ബൈബിളുകൾ ശേഖരിക്കാൻ കഴിയുമോ അത്രയും ബൈബിളുകൾ ശേഖരിച്ചു. കൊളോസിയം എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടില് ഈ ബൈബിളുകളെല്ലാം വാരിക്കൂട്ടിയിട്ടിട്ട് ആ പെട്രോളിന്റെ പുറത്ത് പെട്രോൾ ഒഴിച്ചിട്ട് വിശുദ്ധ ബൈബിളിനെ കത്തിച്ചിട്ട് സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരികള് ഇങ്ങനെ എഴുതി വെച്ചു, സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിനകത്ത് നിന്ന് എന്നേക്കുമായി യേശു ക്രിസ്തുവിനെ പുറത്താക്കിയിരിക്കുന്നു. ഹലോ, ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രമിക്കുന്ന പ്രിയരെ, സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിനകത്ത് നിന്ന് യേശു ക്രിസ്തുവിനെ എന്ന് പുറത്താക്കിയോ അതിനു മുമ്പ് തന്നെ ലോകത്തിന്റെ ഭൂപടത്തിന്റെ ഏടുകളില് സ്ഥാനം പിടിക്കാൻ കഴിയാതെ, അല്ലേ? ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികളായവർക്കറിയാം, ലോകത്തിന്റെ മേപ്പെടുത്താൻ ഭൂപടമെടുത്ത് ഒന്ന് പഠിച്ചാൽ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തെ ഭൂപടത്തിന്റെ ഒരു മുക്കിലും മൂലയിലും പോലെ ഇടമില്ലാതെ എന്നേക്കുമായി ആ രാജ്യത്തിനകത്തുനിന്ന് വലിച്ചു കീറി പുറത്തു കളഞ്ഞ ഒരു സുവിശേഷത്തിന്റെ ശക്തി ഒരു കാലത്ത് മാത്രം പ്രവർത്തിച്ചിട്ട് അസ്തമിച്ചു പോയിട്ടില്ല. അത് ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിന് ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ തിരുവനന്തപുരം പട്ടണത്തെ പുളകം കൊള്ളിച്ച ഒരു തലസ്ഥാന നഗരിയുടെ ഒരു പ്രാന്തപ്രദേശമുണ്ട്. ആണ്ടുകൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്ന പേര് ചെങ്കൽച്ചൂള എന്ന. ഇന്ന് പേരൊക്കെ മാറി രാജാജി നഗർ. ഇന്ന് പകലിലുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നോട് ഒരുമിച്ച് വെട്ടാനും കുത്താനും പോലീസ് കേസിന് ഞങ്ങൾ ഒരുമിച്ച് പോയ ഗോപൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് രാത്രി പന്തളത്ത് പോകണം, വേഗം വണ്ടി കൊണ്ടുപോവാ, എന്നെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവിടണ. എന്റെ വൈഫ് എന്റെ കാർ എടുത്ത് പോയത് കൊണ്ട് എനിക്ക് പിന്നെ വരാൻ ബുദ്ധിമുട്ടായി. ഒരു കാലത്ത് വിച്ചുവായിക്കും വാളിനും വേണ്ടി എല്ലാനും കൊല്ലാനും വേണ്ടി നിന്ന ഗോപന രൂപാന്തരം വരുത്തിയ ദൈവ ഇന്ന് രാത്രി പൈവഴി അസംബ്ലീസ് ബോർഡ് സഭയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ആത്മാവിൽ പറയുന്നു, അങ്ങനെ പറഞ്ഞു പോയാൽ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോ കോടി കോടി ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി ഈ ഗ്രാമദേശത്തുലാകുന്ന കാഴ്ച ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുകയാ. നാട്ടിന് വേണ്ടാത്ത ചിലതിന്, നാട്ടുകാർക്ക് വേണ്ടാത്ത ചിലതിന്, വീട്ടുകാർക്ക് തലവേദനയായ ചിലതിന്, പെറ്റ അമ്മയ്ക്ക് കണ്ണിനീരായ ചിലതിന് ദൈവത്തിന്റെ ആത്മാവ് ഈ ദേശത്തുനിന്ന് രൂപാന്തരം വരുത്താൻ പോകുന്നു എന്ന് ഒരു പ്രഖ്യാപനം ഇന്ന് രാത്രിയില് ആത്മാവിൽ പറഞ്ഞ ആ ദൂത് ഏറ്റെടുത്ത് ആരാധിക്കാൻ ഇന്ന് രാത്രി തന്റെ ഇടമുള്ള ദൈവമക്കളുണ്ട്. അവർ കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി അല്പസമയം ഒരുമിച്ച് ആരാധിക്കാം. എനിക്കറിയത്തില്ല, ദൈവാത്മാവിന്ന് രാത്രി ദേശത്തിന് മേൽ ഇടപെടുകയാ. ഇന്ന് രാത്രി അല്പസമയം ആരാധിക്കുന്നതിന് ജനം മടി കാണിക്കരുത്, അല്പസമയം ദൈവത്തെ സ്തുതിക്കുന്നതിന് മടി കാണിക്കരുത്. ഇന്ന് രാത്രി ദൈവജനം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ ദൂത് കൈമാറിക്കൊണ്ടിരിക്കുമ്പോ ഈ ആരാധന ആലയത്തിനകത്തേക്ക് ആത്മാക്കൾ ആത്മാവിനെ സത്യത്തിനും ആരാധിക്കുക വിടത്തില്ല എന്ന് പറഞ്ഞ് ജനത്തെ തടഞ്ഞു വെക്കുന്ന ഒരു ഫറവോനി അധികാരത്തിന്റെ വ്യാപാര സ്വാധീന മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ആത്മാവ് വെട്ടുന്ന രാത്രി അല്പസമയം ആത്മാവിൽ ദൈവജന സ്വപ്നം പറഞ്ഞു. ആത്മാവ് ഇന്ന് രാത്രി ചലിക്കട്ടെ. ഇന്ന് രാത്രി 12 കീഴെ ആത്മാവ് ചലിച്ചു.
സത്യവചനത്തിന്റെ പ്രകാശനത്തിനെതിരെ ആത്മാവിന്റെ രാത്രി ആവർത്തിച്ച് പറയുന്നു, ദേശത്ത് ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിടത്തില്ല. ഇന്ന് രാത്രി പ്രവരെ വിശ്വസിക്കുന്നുണ്ട്, ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഇതിന്റെ പന്തലിന്റെ കീഴിലിരുന്ന് അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ദാസന്മാർ, അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ദാസിമാർ ഒരുമിച്ച് ആരാധിച്ച ഇന്ന് രാത്രി തകരാത്ത ശക്തി വല്ലതുമുണ്ടോ? യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിന് കിടപിടിക്കാൻ കഴിയുന്ന ഏത് ശക്തിയാണ് ഉലകത്തിലുള്ളത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിന് തുല്യം പറയാ കഴിയുന്ന നിമിഷങ്ങൾ വെളിപ്പെടുകയാ. ഇന്ന് രാത്രി ഞാൻ പറയാ, അവൻ ങ്ങൾ കൊണ്ട് അവൻ വിശ്വസിക്കാൻ കഴിയാത്ത അവന്റെ ദൈവപ്രവർത്തികള് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൈവസഭയെ വിവേചിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ 1-ാമത്തെ വാക്യം തുടങ്ങി താഴോട്ട് ആത്മാവിന്റെ ഒരു വെളിപ്പാടാ കേട്ടോ. ഇന്ന് രാത്രി അങ്ങനെ പറഞ്ഞു പോയ പറ്റത്തില്ലെന്നറിയാമെങ്കിൽ വേഗത്തിൽ മടങ്ങി വരാം. ആ കാലത്ത് ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ കൊന്നു. യേശുവിന്റെ ഹൃദയത്തിന്റെ മാർവോട് ചേർന്നിരിക്കാൻ യാക്കോബിനെ കൊന്നപ്പോ യഹൂദന്മാർക്ക് ഇഷ്ടമായി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പത്രോസിന് സുബോധം വന്നപ്പോ ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് യഹൂദന്മാരുടെ സകല പദ്ധതികളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു എന്നവന് ബോധ്യമായി. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവജനത്തെ സാക്ഷി നിർത്തി ഇന്ന് രാത്രി ഊതിയാൻ പറയുന്നു, ദേശത്തിലെ ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് ചില യഹൂദന്മാരുടെ പദ്ധതികളിൽ നിന്ന് ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ ജനത്തെ ദൈവം വിടുവിക്കാൻ പോവുകയാ. എത്ര പേര് ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ യേശു ഒരിക്കലായി വരും. എന്തിനു വേണ്ടി? യേശു കർത്താവിന്റെ വരവിന് 2 ഘട്ടം. 1 രഹസ്യവരവ്, 2 പരസ്യവരവ്. എന്തിനാ കർത്താവ് രഹസ്യമായി വരുന്നത്? എന്തിനാ യേശു രഹസ്യമായി വരുന്നത്? രഹസ്യവരവ് തന്റെ വിശുദ്ധന്മാരുമായി വരുന്നു. തന്റെ വിശുദ്ധന്മാരുമായി വരുന്നു. എവിടെയാ യേശു രഹസ്യമായി വരുന്നത്? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കണക്കെഴുതുന്നത് മധ്യാകാശത്തിൽ. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ പാടുന്നത്, മധ്യാകാശത്തെങ്കിൽ മണിപ്പന്തലൊരുക്കി മണവാട്ടി സഭയെ കാന്തൻ വേളി കഴിക്കാൻ സമയമായി. പ്രത്യാശകളാൻ എനിക്ക് പാടണമെന്നൊക്കെ ഉണ്ട്. ഓ മധ്യാകാശത്തെങ്കിൽ മണിപ്പന്തലൊരുക്കി മണവാട്ടി സഭയെ വേളി കഴിക്കാൻ കാന്തനായ കർത്താവ് വരാൻ സമയമായി. എവിടെയാണ് വരുന്നത്? അവന് രഹസ്യവരവെങ്കിൽ മധ്യാകാശത്ത് വരുന്നു. എപ്പോഴാ വരുന്നത്? പുസ്തകം പഠിക്കുമ്പോൾ എടുത്ത് വായിച്ച് വിശദീകരിക്കണമെന്ന് കൊതി തോന്നുന്നു. കഴിഞ്ഞ 24 വർഷമായി യേശുവിനെ പ്രസംഗിച്ച് നടക്കുകയാ. പോളികാർപ്പ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മരണത്തെ മുഖാമുഖമായി കാണുമ്പോഴും പോളികാർപ്പ് ഇങ്ങനെ പറഞ്ഞു, ഈ കർത്താവ് നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്തില്ല. ഈ കർത്താവ് നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്തില്ല. ഞാൻ എങ്ങനെ എൻ്റെ കർത്താവിനെ തള്ളിക്കളയുക? നോ, പറ്റത്തില്ല. എന്നെ ഞാൻ ആക്കിയ ഈ സുവിശേഷം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കണ്ടനാളത്തിൽ നിന്ന് ശബ്ദം നിലയ്ക്കണം. അതുവരെ എന്നെ യേശുവിനെ പ്രസംഗിക്കണം. കർത്താവ് കൃപയാൽ എനിക്ക് 2 മക്കളെ തന്നിട്ടുണ്ട്. അടുത്ത മാസമാകുമ്പോൾ എൻ്റെ മൂത്ത മോക്ക് 20 വയസ്സ് തികയാണ്. ജോൺസൺ പാസയ്ക്കൊക്കെ അറിയാം. എൻ്റെ ജോൺസൺ പാസൊക്കെ ഏറെ സ്നേഹിക്കുന്ന മോളെ എൻ്റെ മോള്. 2ാമതൊരു മോനുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പിലത്തെ ആഴ്ച തിരുവനന്തപുരത്തിൻ്റെ ഒരു രാജവീതിയിൽ എൻ്റെ മോൻ കീബോർഡും വായിച്ച് എൻ്റെ മോള് പാടി. ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്റ്റേജിനകത്ത് നിറഞ്ഞു നിന്നപ്പോൾ ഉണ്ടായ ഒരു ആത്മസന്തോഷം. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മധ്യാകാശത്തെങ്കിലും മണിപ്പന്തലൊരുക്കി മണവാട്ടി സഭയെ വേളി കഴിക്കാൻ കാന്തനായ കർത്താവ് വരാൻ സമയമായി. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ദൈവപൈതൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? പേര് ബന്ധിക്കോസുകാരിയും ബന്ധിക്കോസുകാരനൊക്കെ ശരിയാ, പക്ഷെ ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും എന്നൊരു ചോദ്യം നിന്റെ മുമ്പിൽ നിൽക്കുന്നു. യേശു കർത്താവ് എപ്പോഴാ വരുന്നത്? പുസ്തകം പറയുന്നു, മഹാപീഡനത്തിന് മുമ്പ് വരുന്നു. അതാണ് യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവിന്റെ മേഖലകൾ. യേശു കർത്താവ് പരസ്യമായി വരുന്നതിന് വേണ്ടി തന്റെ വിശുദ്ധന്മാരുമായി അവൻ വരുന്നു.
ഇന്ന് പെന്തിക്കോസ്, ഒരു കാലഘട്ടത്തിൽ പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര അപമാനമായിരുന്നല്ലേ. ഇന്ന് പെന്തിക്കോസുകാരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു തലത്തിലായി. വോട്ടിനാണെങ്കിൽ പോലും രാഷ്ട്രീയ നേതാക്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്ന് കൈകൂപ്പാറുണ്ട്. എന്താ ചാന്ന് ചിരിക്കാതെ? ഞാനെന്താ പേടി തോന്നുന്നു. ഒരു കാലത്ത് പെന്തിക്കോസുകാരെ അപമാനമായിരുന്നു. പക്ഷെ ഇന്ന് പെന്തിക്കോസുകാര് വേണം. എന്നാൽ ഇന്ന് രാത്രി ചെവി കുറുക്കെ കേട്ടോ, എന്റെ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാല് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വരും. അന്ന് ലോകം വേണ്ടാത്ത പാപങ്ങളെന്ന് പറഞ്ഞ് പുറംപറമ്പിൽ തള്ളപ്പെട്ട ഞാനും നിങ്ങളുമായി ഭൂമിയെ ഭരിക്കാൻ പോകുന്നത്. ഒരു സന്തോഷം കേട്ടില്ലല്ലോ, ഒരു ഹല്ലേലൂയ കേട്ടില്ലല്ലോ. കർത്താവ് എവിടെയാ വരുന്നത്? പുസ്തകം പറയുന്നു, യെരുശലേമിന് കീഴുള്ള ഒലിവ് മലയിൽ യേശു കാലെടുത്ത് ചവിട്ട്. അന്ന് ഒലിവ് മല 2ആയി കീറിപ്പോകും. എന്തേ? ഈ വിശുദ്ധ വേദപുസ്തകം ഈ സത്യം എഴുതി വെച്ച്, ഇത് ബൈബിൾ സത്യമാ പറയുന്നത്, എഴുതി വെച്ച ആണ്ടുകൾ പലത് കഴിഞ്ഞു. ഈ കുറച്ച് വർഷത്തിന് മുമ്പ് വർത്തമാന പത്രത്തിലൂടെ പുറത്തു വന്നൊരു ചരിത്ര സത്യമുണ്ട്. എന്താ? ഒലിവ് മല സ്ഥിതി ചെയ്യുന്ന ആ രാജ്യത്തിന്റെ ഭരണാധികാരികള് ആ രാജ്യത്തിലെ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിട്ട് ഒരു ദൗത്യം ഏൽപ്പിച്ചു. എന്താ ദൗത്യം എന്നറിയാമോ? ഒലിവ് മലയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണിയാൻ പോകുകയാ. അതിന് മുന്നോടിയായി ഭൂമിയെക്കുറിച്ച്, അതിനെക്കുറിച്ച് ഭൗമ അന്തരീക്ഷം ഒന്ന് പഠിക്കണം. അതിനുവേണ്ടി ശാസ്ത്രജ്ഞന്മാരെ ഉത്തരവാദിത്വം ഏറ്റെടുപ്പിച്ചു. അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷം എന്താ ഈ സ്ഥലത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അവര് പഠിച്ച് പഠനത്തിന്റെ ഏറ്റവും ഒടുവിൽ അവര് ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു. എന്നിട്ട് സർക്കാരിന് അവര് റിപ്പോർട്ട് കൈമാറി. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഒലിവ് മലയുടെ പുറത്ത് ഒരു പണിയും നടക്കത്തില്ല. കാരണം എപ്പോ വേണമെങ്കിലും ഒലിവ് മല 2ആയി കീറി മാറത്തക്ക നിലവാരത്തില് സജ്ജമായി നിൽപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞു, നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി ഒലിവ് മലയിൽ കാലെടുത്ത് ചവിട്ട്. അന്ന് ഒലിവ് മല 2ആയി കീറിപ്പോക. അങ്ങനെയെങ്കിൽ യേശു കർത്താവിന്റെ രഹസ്യ പരസ്യ വരവുകള് ചരിത്രം സത്യമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ യേശുവിന്റെ വരവിന് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? അത്രയും പറഞ്ഞാൽ ആ ഭാഗം അങ്ങ് വിടുകയാ. അടുത്ത ഭാഗത്തിലോട്ട് കയറി കഴിഞ്ഞാൽ വായിച്ച ഭാഗത്ത് കർത്താവ് താൻ ഗംഭീരനാഥ, കർത്താവിന്റെ ഗംഭീരനാഥം ആകാശത്തിൽ കേൾക്കുമ്പോ ഭൂമിയിൽ എന്നാ സംഭവിക്കുന്നത്? ഭൂമിയിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്ക. പ്രധാന ദൂതന്റെ ശബ്ദം സ്വർഗത്തിൽ കേൾക്കുമ്പോൾ ഭൂമിയിൽ എന്നാ സംഭവിക്കുന്നത്? ഭൂമിയിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുക. കർത്താവ് താൻ ഗംഭീരനാഥ, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ദൈവത്തിന്റെ കാഹളം ആകാശത്തിൽ കേൾക്കുമ്പോ മരിച്ചവരുടെ രൂപാന്തരവ്, മരിച്ചവരുടെ ഉയർപ്പ്, ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരം ഒരുപോലെ സംഭവിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുക. ഈ സമയത്തുണ്ടല്ലോ തന്റെ ജനത്തിന്റെ ഉയർപ്പിനെ തടയുന്ന അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് തന്റെ ജനത്തിന്റെ ഉയർപ്പിനെ തടയുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ വെട്ടേറ്റ് മാറപ്പെടുക. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കാൻ ഇനി അധികം സമയമില്ല. പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കാൻ അധികം സമയമില്ല. ദൈവത്തിന്റെ കാഹള കർണപുടങ്ങളിലെത്താൻ കാലം അധികമില്ല. ഇന്ന് രാത്രി യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങപ്പെട്ട ദൈവജനത്തിനായി ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ രാത്രി ഞാൻ എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പോകുകയാ. യേശു ക്രിസ്തുവിന്റെ വരവിന് എടുക്കപ്പെടണമെങ്കിൽ ചില യോഗ്യതകളുടെ ചുമ്മാതെ ഒന്നും പോകാൻ പറ്റത്തില്ല. 2 മിനിറ്റ് കൂടെ. ചില മാസങ്ങൾക്ക് മുമ്പ് എന്റെ സ്നേഹിതനായ ഒരു പാസ്റ്റർ UK-യിൽ നിന്ന് നാട്ടിൽ വന്നു. അങ്ങനെ UK-യിൽ നാട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു കൺവെൻഷൻ അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി പോയി. അന്നത്തെ പ്രസംഗവേദിയിൽ പാട്ടുകാർ വർഷിപ്പ് എൻ്റെ മക്കളാണ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഈ പാസ്റ്റർ വന്ന് ചോദിച്ചു, നിങ്ങൾ ആരാ?
അപ്പൊ പറഞ്ഞു ഞങ്ങളൊരു പാസ്റ്റർ മക്കളാ. ചോദിച്ചു ഏത് പാസ്റ്റർ മക്കള്? പറഞ്ഞു അജൂമ സീമൻ പാസ്റ്റർ മക്കളാ. അപ്പൊ പറഞ്ഞു നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു എന്നെ ഒന്ന് വിളിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ 2 മക്കൾ വന്ന നമ്പർ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു പാസ്റ്ററെ മക്കളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാസ്റ്റർ ഒരു കാര്യം ചെയ്യൂ, പാസ്റ്റർ UK എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു നാളെ പോകാമോ എന്ന് ചോദിച്ചു. പിന്നെ എന്തുവാ എന്തോ ഒരു അസൂയയോടെ ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, ചിലരൊക്കെ ഗർവത്തോടെ ഇരിക്കുന്ന പോലെ തോന്നുന്നു. കർത്താവിന്റെ കൃപയാൽ ഒത്തിരി ലോകരാജ്യങ്ങൾ യാത്ര ചെയ്ത് പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. സ്തോത്ര. അപ്പൊ ഞാൻ ചോദിച്ചു നാളെ പോകാമോ? അപ്പൊ പറഞ്ഞു അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ പിന്നെ എങ്ങനെ പോകാൻ പറ്റും? അപ്പൊ എന്നെ പറഞ്ഞു പാസ്പോർട്ട് എടുത്തോ പാസ്. ഞാൻ പറഞ്ഞു പാസ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ഇനി വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എമിഗ്രേഷൻ ഉണ്ട്, വല്ല അസുഖം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റിവിടത്തില്ല. ഒരു രാജ്യത്തിൽ നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് പോകാൻ ഇത്രയധികം നിയമ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ചുമ്മയൊന്നും യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലോട്ട് പോകാൻ പറ്റേല. ചുമ്മയൊന്നും യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലോട്ട് കയറി പോകാൻ പറ്റേല. അങ്ങനെ ആർക്കും കയറി പോകാൻ പറ്റുന്ന ഇടമൊന്നുമല്ല സ്വർഗരാജ്യം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലോട്ട് അഥവാ നിത്യതയിലോട്ട് അഥവാ സ്വർഗത്തിലോട്ട് ഒരു മനുഷ്യന് പോകണമെങ്കിൽ അതിന് ചില കടമ്പകളുണ്ട്. ഒന്ന്, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടണം. രക്ഷ ത്രികാല അനുഭവമാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അരിമനാഥനായ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമ്പോൾ രക്ഷ പൂർത്തീകരിക്കപ്പെടും. വിശദീകരിക്കുന്നില്ല. 2, മാനസാന്തരപ്പെടണം. ഞാൻ പലപ്പോഴും തിരുവനന്തപുരം ജില്ലയിലൊക്കെ കയറി ഇറങ്ങി പ്രസംഗിക്കാത്ത സഭകളില്ല. സഭയ്ക്കകത്ത് ഞാൻ പ്രസംഗിക്കുമ്പോ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് സഭയിലെ വിശ്വാസികൾ മാനസാന്തരപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ജാതികൾ മാനസാന്തരപ്പെടാനാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസികൾ മാനസാന്തരപ്പെടാനായിരുന്നു. സന്തോഷം ഉണ്ടെങ്കിൽ കരമയ്യത്തിൽ സ്വോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ പിണങ്ങുമെന്ന് എനിക്കറിയാം. നിങ്ങൾ പിണങ്ങിയാൽ എനിക്ക് പ്രശ്നമില്ല. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ കർത്താവിനെ മാത്രം പ്രസാദിച്ചാൽ മാത്രം മതി. കണക്ക് തീർക്കുന്നതിന്റെ കർത്താവുമായിട്ടാണ്. 2, മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പരസ്യമായി മദ്യപിച്ചുകൊണ്ട് നടന്നവർ രഹസ്യമായിട്ട് മദ്യപിക്കുന്നതല്ല മാനസാന്തരം. മുഴുവൻ വീടി വലിച്ചുകൊണ്ട് നടന്നവൻ തുണ്ട് വീടി വലിക്കുന്നതുമല്ല മാനസാന്തരം. തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ട് നടന്നവൻ വീട്ടിനകത്ത് മൊബൈലിലൂടെ സിനിമ കാണുന്നതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു അന്തരം വരിക, അഥവാ മനസ്സിനൊരു മാറ്റം വരിക. ഞാൻ പാപിയാണെന്നൊരു ബോധം നിനക്ക് വരുത്തുക. ഇന്നേക്ക് 2000 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പ് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ കാൽവറിയുടെ കുലക്കളത്തിൽ പരമയാഗമായത് എൻ്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ, ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് പാപത്തോട് വിട പറഞ്ഞ, പാപിയെ സ്നേഹിക്കുന്നവൻ, പാപത്തെ വെറുക്കുന്നവൻ, 10,000ങ്ങളിൽ പരമശ്രേഷ്ഠൻ, പന്തിരുന്നവരെ പോഷിപ്പിച്ചവൻ, പരിശുദ്ധനായവന്റെ രക്തം, ആ രക്തത്തിൽ കഴികൾ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെടണം. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമ്മെ പ്രതിപാദിച്ചിരിക്കുന്ന പ്രത്യേക പ്രമേയമാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്നുള്ളത്. ഇടയ്ക്ക് ഒരാളെന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ ഞാൻ കുഞ്ഞിനെ സ്നാനപ്പെട്ടതാ, ഇനി സ്നാനപ്പെടണമോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു, സ്നേഹിത, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ശിശു സ്നാനം പ്രൊമോട്ട് ചെയ്യുന്നില്ല, ശിശു സ്നാനം വിഭാവനം ചെയ്യുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പ്രായമുള്ള സ്നാനവും വിഭാവനം ചെയ്യുന്നില്ല. പിന്നെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എന്താ വിഭാവനം ചെയ്യുന്നത്? വിശ്വാസ സ്നാന. യേശു ദൈവമാണെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് സ്നാനപ്പെടാം. അങ്ങനെ സ്നാനപ്പെട്ടിട്ട് ഒളിച്ചും പതുങ്ങിയ പട്ടത്ത സഭയുടെ നിഴലിൽ മറഞ്ഞു നിന്ന് ആരാധിക്കാനല്ല, വേർപെട്ട ദൈവജനം വേർപെട്ട കൂട്ടത്തില് ആരാധിക്കണം. ചെങ്കടൽ കടന്ന മിരിയാമും കൂട്ടരും തപ്പെടുത്ത് പാടി വിശദീകരിക്കാൻ വിവേചിക്കാനും എനിക്ക് സമയം പോരാ. അങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അടിസ്ഥാന ഉപദേശങ്ങൾ 7,
ആമേൻ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ. ഇനി കർത്താവിന്റെ വരവിന്റെ ലക്ഷണം എന്താ? തൊട്ട് പറഞ്ഞു പോകാം. ഒന്ന്, ജാതികളിൽ ചിലത് സംഭവിക്കും. എടുത്തു വായിച്ചാണ് വാസ്തവത്തിൽ ഇത് വിശദീകരിക്കേണ്ടത്, സമയമില്ല കേട്ടോ. ആമേൻ. ജാതികളിൽ ചിലത് സംഭവിക്കും. ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. കഴിഞ്ഞ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ എന്റെ ചർച്ചിൽ നിന്ന് 45 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഹൈന്ദവനായ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, കഴിഞ്ഞ 3 വർഷമായി ഉറങ്ങിയിട്ട് എനിക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ഒരു നിമിഷം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം അല്പം ഒന്ന് ഉറങ്ങാൻ പറ്റി. എനിക്ക് പാസ്റ്റർ ഒന്നുകൂടെ കാണണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ 7 ദിവസം വ്രതമെടുത്തിരിക്കുകയാ. അവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നെ കാണണമെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ വാ, എന്നെ ചർച്ചിനെടുത്ത. അവൻ എന്നോട് പറഞ്ഞു, ഞാനിതാ ഇറങ്ങുക പാസ്റ്ററെ. 1.5 മണിക്കൂർ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയ 1.5 വയസ്സുള്ള പിഞ്ചോമനയുമായിട്ട് ആലയത്തിൽ വന്ന് മുട്ടുമടക്കി. ഒരല്പസമയം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ആലയത്തിന്റെ ഒത്ത നടുക്കി ആ സഹോദരൻ അദ്ദേഹത്തിന്റെ ഷർട്ടിനെ വലിച്ചു കീറി എറിഞ്ഞു. അദ്ദേഹത്തിന്റെ തലമുടി വലിച്ചു പിച്ചു ചിന്തി ആ മനുഷ്യന്റെ ശിരസിന്മേൽ കൈവച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ മറപിടിച്ചു നിൽക്കുന്ന നീ ആരാ? പതുങ്ങിയ വന്ന് ഞാൻ ഇന്ന ശക്തിയാ. ഞാൻ ചോദിച്ചു, എന്തേ നിന്റെ വരവിന്റെ ഉദ്ദേശം? എന്നോട് പറഞ്ഞു, ശേഖമുള്ള നിനക്ക് നേരെ ഉലകത്തിലെ ഒരു ശക്തിക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി ആശാനിപ്പോൾ ഞാൻ വിളിച്ചു പറയാ. സകല ശക്തികളും ഒരുപോലെ വരവിന്റെ ലക്ഷണ രാജ്യത്തോട് രാജ്യത്തോട് എതിർക്ക. യുദ്ധങ്ങള്, ക്ഷാമങ്ങള്, ഭൂകമ്പങ്ങള് അവിടെ ഉണ്ടാകിയത് യേശു ക്രിസ്തു ഇല്ല. വിശുദ്ധ വേദപുസ്തകത്തിനകത്തുള്ള കാര്യമാ. രാജകീയ ഭരണം മാറി ജനാധിപത്യ ഭരണം വരും, അത് യേശു ക്രിസ്തുവിന്റെ വരവിന് മുന്നോടി. മനുഷ്യപത്യ ഭരണം വരും, അത് യേശു ക്രിസ്തുവിന്റെ വരവിന് മുന്നോടി. മനുഷ്യർ തങ്ങൾ കണക്കിന് ജനത്തെ കൊണ്ടുപോയി തീർന്നോ? ഇല്ല. മുമ്പ് പുറത്തു വന്ന വാർത്ത, വീട്ടിൽ നിന്ന് പ്രതീക്ഷയോടെ ഡോക്ടറാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ച 6 പിഞ്ചോമന മക്കള്, നമ്മുടെയൊക്കെ മക്കള് നമ്മൾ പ്രതീക്ഷയോടെ വളർത്തുന്നത് പോലെ പ്രതീക്ഷയോടെ വളർത്തിയ മക്കളുടെ മക്കളെ ചേതനയേറ്റ കണ്ട് വിതുമ്പുന്ന മാതാപിതാക്കൾ പെട്ടെന്നുണ്ടായ നിമിഷ നേരങ്ങൾ കൊണ്ടുണ്ടായ വാഹന അപകടത്തില് മരണം. ഒരു നിമിഷം പറഞ്ഞു 3, അല്പ കഴിഞ്ഞപ്പോ പറഞ്ഞു 5, 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് 6. തീർന്നോ? ഇല്ല. ഒരു ദേശത്ത് ഒരുമിച്ച് ജനിച്ചു വളർന്ന് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ പഠിച്ച കുഞ്ഞുങ്ങള് അന്നത്തെ ദിവസവും പരീക്ഷ എഴുതി അനന്തര ക്രിസ്മസിന് സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാമിന് ഒപ്പനയും പ്രാക്ടീസ് ചെയ്ത് വീട്ടിലേക്ക് ലക്ഷ്യം മാച്ച് നടന്നു നീങ്ങുന്ന കുഞ്ഞുങ്ങളുടെ നടുവില് ലോറി ഘാതകനായി പാഞ്ഞു കയറി. ഒരമ്മ നോക്കി നിൽക്കെ തന്റെ പിഞ്ഞു കുഞ്ഞിന്റെ പുറത്തേക്ക് വാഹനം മറിഞ്ഞു വീഴുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, ഇത് അവസാനിക്കത്തില്ല. നമ്മുടെ കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എന്റെ സ്നേഹിതനായ ശ്രീമാൻ ഗണേഷ് കുമാർ മന്ത്രിയും ചേർന്ന് ഇനി ഒരു ജീവനും റോഡില് പൊലിഞ്ഞു വീഴാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒത്തിരി പദ്ധതികൾ ആവിഷ്കരിച്ചു. പക്ഷെ നടപ്പിലായോ? ഇല്ല. ഇന്നലത്തെ രാത്രിയിൽ ട്രാൻസ്പോർട്ട് ബസ്സുകൾ കൂട്ടിയിടിച്ച് ചിലർ മരിച്ചു. ട്രാൻസ്പോർട്ട് ബസ്സിൽ കാർ കൂട്ടിയിടിച്ചു. വിദേശത്ത് പോയി മധുവിധ ആഘോഷിച്ചിട്ട് വീട്ടിലേക്ക് വന്ന ദമ്പതികൾ മരണത്തിന് കീഴടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് അവസാനിക്കുമോ? ഇല്ല, ഇത് അവസാനിക്കത്തില്ല. ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭീകരാന്തരീക്ഷമായി തോന്നുന്നെങ്കിൽ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പിശാചിന്റെ വാഴ്ചയുടെ കാലഘട്ടം വളരെ ഭീകരമായിരിക്കുക. ആ കാലത്ത് നാം ആരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. കുറച്ച് വർഷത്തിന് മുമ്പ് ഒരു CSA ചർച്ചിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം നൽകി. എൻ്റെ കാറിൽ അടുത്ത് ഒരു അച്ഛൻ കയറി, എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ അച്ഛൻ കയറി. അച്ഛന് ഞാൻ പാസ്റ്റാന്ന് അറിയത്തില്ല, എനിക്ക് അദ്ദേഹം അച്ഛനാണെന്നും അറിയത്തില്ല. കയറി സംസാരിച്ചു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം കേട്ടിട്ട് പറഞ്ഞു, ശ്രോത്ര, ഈ ശബ്ദം ഇവിടെയോ കേട്ട് വഴക്കമുണ്ടല്ലോ. ഞാൻ പതിയെ ഒന്ന് മുഖം കൊടുത്തു. എന്നോട് ചോദിച്ചു, അജികുമാർ പാസ്റ്റാണോ? ഞാൻ പറഞ്ഞു അതേല്ലോ. ഞാൻ ചോദിച്ചു, ആരാ താങ്കളാരാ? എന്നോട് പറഞ്ഞു, ഞാൻ മലയടി എന്ന് പറയുന്ന സ്ഥലത്ത് CSA ചർച്ചിന്റെ പുരോഹിതനാണ്. കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഒരു ദിവസം പ്രസംഗിക്കാൻ വരാമോ? ഞാൻ പറഞ്ഞു, പിന്നെന്താ, സഭകളിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ നമുക്ക് CSA ചർച്ചിനകത്ത് പ്രസംഗിക്കുന്നില്ല ഇഷ്ടം.
ഞാൻ ചോദിച്ചു, അച്ഛാ എനിക്ക് എത്ര സമയം തരും? എന്നോട് പറഞ്ഞു 15 മിനിറ്റ് തരും. ഞാൻ അച്ഛൻ തന്നെ അങ്ങ് വരച്ചോ, ഞാൻ വരുന്നില്ല, 15 നിമിഷം എന്തോ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ യാത്രാ മധ്യേ ലേലം വിളിച്ച് 3/4 മണിക്കൂർ 45 മിനിറ്റിൽ ഞങ്ങൾ ഉറപ്പിച്ചിട്ട് പ്രസംഗത്തിന് വേണ്ടി പോയി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒറ്റ പ്രസംഗത്തിന് നടുവിൽ അച്ഛന് ട്രാൻസ്ഫർ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തില് ഹമിശ്വത്ര അച്ഛന് ട്രാൻസ്ഫർ ആയി. അച്ഛൻ എന്നോട് പറഞ്ഞു, ട്രാൻസ്ഫർ ആയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, പൊന്നു പാസ്റ്ററെ, പെന്തിക്കോസിലെ പാസ്റ്റർ ചർച്ചിനകത്ത് കയറ്റി പ്രസംഗിപ്പിച്ചത് കൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ. ഞാൻ പറഞ്ഞു, ഭാരപ്പെടണ്ട, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചുമ്മാതിരിക്കും പാസ്റ്ററെ, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, ഇനി പിള്ളേരെ പോറ്റുണ്ടോ. ഒരു 6 മാസം കൂടെ കഴിഞ്ഞപ്പോൾ അച്ഛനെ ഞാൻ പിന്നെയും കണ്ടു. എന്നോട് പറഞ്ഞു, ദൈവമെല്ലാം നന്മയ്ക്കായി ചെയ്തു. ഞാൻ ചോദിച്ചു, എന്താ? 32,500 രൂപ സാലറിയുള്ള സഭയിലായിരുന്നു അച്ഛൻ ശുശ്രൂഷിച്ചത്. ആ പ്രാവശ്യത്തെ ട്രാൻസ്ഫറിൽ 47,500 രൂപ ശമ്പളമുള്ള സഭയിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ. കരമുയർത്തി സ്വോത്രം പറ, വല്ലതും മനസ്സിലാകുന്നുണ്ടെങ്കിൽ കരമുയർത്തി കർത്താവിന് സ്വോത്രം പറ. അന്ന് രാത്രി ഞാൻ പ്രസംഗത്തിന്റെ പകലുള്ള പ്രസംഗത്തിന്റെ അവന്റെ സഭായോഗത്തിന് പ്രസംഗത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഞാൻ ചോദിച്ചു, കർത്താവ് വന്നിട്ട് പോയാലും ഈ സഭയിലെ സെക്രട്ടറി ആകണമെന്ന് താല്പര്യമുള്ളവർ ആവേശത്തോട് ഹല്ലേലൂയ പറ എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ 2-3 പേര് കൈവക്കി ഹല്ലേലൂയ പറഞ്ഞു. ഒന്നുകിൽ അവർ കേൾക്കാത്തതിന്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സെക്രട്ടറി ആവാനുള്ള ആവേശം. കർത്താവ് വരികയോ പോവുകയോ വിഷയമല്ല, എനിക്ക് സെക്രട്ടറി ആകണം. നോ, പ്രൈസ് ദി ലോർഡ്, ജീസസ് ഈസ് കമ്മിങ് സൂൺ. സ്നേഹിത, കുടപ്പറപ്പെ കുഞ്ഞെ, ഞാൻ എൻ്റെ പ്രമേയം ഇന്ന് രാത്രി അടിവരയിടുകയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് കർത്താവ് വരാൻ സമയമായി. ജാതികളിൽ ചിലത് സംഭവിക്കുമ്പോൾ യേശു വരാൻ തുടങ്ങ. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഇന്ന് രാത്രി ആവർത്തിച്ച് പറഞ്ഞ ദൈവ സന്ദേശം. ഇന്ന് രാത്രി യേശുവിന്റെ വരവിന് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ?